അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ കീപ്പിംഗ് ദ ശാബത്ത് ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ആണ്. ബേസിക്കലി ഇത് സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കൾട്ടുകളിൽ ഒന്നാണ് സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കൾട്ടിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എംഫസൈസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് ശാബത്ത് എന്ന് പറയുന്നത്, കീപ്പിംഗ് ദ ശാബത്ത് എന്നുള്ള രീതിയിൽ. അതായത് ബിബ്ലിക്കൽ ക്രിസ്ത്യാനിറ്റിയിലുള്ള ആൾക്കാരും ശാബത്ത് കീപ്പ് ചെയ്യുന്നില്ല. 10 കൽപ്പനയിലെ 4ാമത്തെ കൽപ്പനയാണ് ശാബത്ത്. അപ്പോൾ 10 കൽപ്പന വാലിഡ് ആണെങ്കിൽ ശാബത്തും വാലിഡ് ആണ്. ശാബത്ത് കീപ്പ് ചെയ്യാത്തവർ ബാക്കി എല്ലാം അവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവർ കംപ്ലീറ്റ്ലി സിന്നിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, അവർ ബാക്കി ചെയ്യുന്നതിലൊന്നും മീനിങ് ഇല്ല എന്നൊക്കെ പ്രൊഫസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവരായിട്ട് സംസാരിക്കാൻ ഇടയായ, പ്രത്യേകിച്ച് നമ്മൾ ഗോസ്പലൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ചെല്ലുമ്പം എടുത്ത വായിക്ക് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഡു യു കീപ് ദ ശാബത്ത് എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ അവർ ഈ 10 കമാൻഡ്മെന്റ്സും അതും എല്ലാം കയറി പിടിച്ച് നമ്മളെ കംപ്ലീറ്റ്ലി മോറലി നമ്മളെ അങ്ങ് നശിപ്പിച്ച് കളയും. നമ്മൾ മുഖത്ത് കാണിച്ചില്ലെങ്കിൽ പോലും അത് വലിയൊരു ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഉള്ളിൽ നിലനിൽക്കും. അപ്പം ഇത്രേ ഉള്ളൂ ഒരു സെവൻത് ഡേ അഡ്വെന്റിസ്റ്റിനോട്. ഇത് സെവൻത് ഡേ അഡ്വെന്റിസ്റ്റുകാർ മാത്രമല്ല, ലോകത്ത് ഹീബ്രു റൂട്ട്സ് മൂവ്മെന്റ്, ബാക്ക് ടു ഹീബ്രു റൂട്ട്സ്, ജോൺ ഹേഗി എന്നൊക്കെ പറയുന്ന കുറെ ഫോൾസ് പ്രീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ മെയിൻ സ്ട്രീം ക്രിസ്ത്യാനിറ്റീനെ തിരിച്ച് ഈ യഹൂദന്മാരുടെ ആ ഒരു വലയിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ഈ ഒരു റൂൾസും റെഗുലേഷൻ്റെ അകത്തൊക്കെ ഈ ഒരു ബാക്ക് ടു സ്ലേവറി എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന്. 2 ജ്യൂസ്, പ്യുവർ പക്ക ജ്യൂസ്. മൂന്നാമത്തത് മേസിയാനിക് ജ്യൂസ് എന്ന് പറയും. അത് എന്താ പറയുക, അവർ ജ്യൂസ് ആണ് എന്ന് പറയുകയും ചെയ്യും, അവർ ജുഡായിസം ഫോളോ ചെയ്യുകയും ചെയ്യും, അതേസമയം അവർ ക്രൈസ്റ്റിനെ അക്സെപ്റ്റും ചെയ്യും. അങ്ങനെ ഈ 2 തട്ടിൽ നിൽക്കുന്ന മെസ്സിയാനിക് ജ്യൂസ്, ഹീബ്രു റൂട്ട്സ് മൂവ്മെന്റ്, പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശാബത്ത് മിഷൻ എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന, അല്ലെങ്കിൽ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റും, പിന്നെ കുറേ ഒരു നല്ല ശതമാനം വരെ ഇവര് ജഹോവാസ് വിറ്റ്നസ്, യഹോവ സാക്ഷികളും എനിക്ക് തോന്നുന്നു സാറ്റർഡേസ് ആണ് അവർ കൂടുന്നത്. അവരും ഈ ഒരു രീതിയിലാണ് അവർ കൂടുന്നത്. പക്ഷെ അത് ഇവരധികം പ്രോഫസ് ചെയ്ത് നടക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ എൻകൗണ്ടർ ചെയ്യുവാണെങ്കിൽ, ഈ വിഷയമായിട്ട് അവർ ഇങ്ങോട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ, അങ്ങനെയുള്ള അറ്റാക്കിനുള്ള ഏറ്റവും നല്ലൊരു പ്രതിരോധം എന്നുള്ള നിലയിലാണ് ഈ സെഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ കാര്യമായിട്ടുള്ള ഡോക്ടറിൻസ് ഉണ്ടാവില്ല. ഇത് ഈസി ടു ഫോളോ ആയിരിക്കും. കുറേ ബേസിക് ആയിട്ടുള്ള വാക്യങ്ങളും അതിനകത്തുള്ള ഇൻസ്ട്രക്ഷനും ശാപത്തിനോടനുബന്ധിച്ചുള്ള ഇൻസ്ട്രക്ഷനും ഇച്ചിരി വ്യക്തമായിട്ട് കാണിക്കുന്നു. അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ മീനിനകത്തുനിന്ന് മുള്ള് വേർതിരിക്കുന്ന പോലെ നമ്മളിങ്ങനെ മാറ്റി കാണിക്കുന്നു, ഇൻസ്ട്രക്ഷൻസ് എല്ലാം മാറ്റി മാറ്റി കാണിക്കുന്നു, എന്നിട്ട് അത് തിരിച്ച് അവരുടെ നേരെ തന്നെ പ്രയോഗിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഗിവിങ് ആൻ ആൻസർ എന്നുള്ള നിലയിൽ മാത്രമാണ് ഇതിനെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ആഴ്ച ദൈവഹിതമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഡോക്ട്രിനലായിട്ടുള്ള, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഡോക്ട്രിനലായിട്ടുള്ള പാർട്ട്, ഡോക്ട്രിനലായിട്ടുള്ള രീതിയിൽ നമുക്കിത് പഠിക്കാവുന്നതാണ്. ഇതേ സെയിം സബ്ജക്റ്റ് ബട്ട് ഡിഫറെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാര്യം, ഇത് എവിടെ നിന്ന് വന്നു, ഈ ശാപത്ത് ആർക്ക് കൊടുത്തു, എവിടെ നിന്ന് വന്നു, എങ്ങനെയാണ് ഇത് മനുഷ്യനിലേക്ക് എത്തിച്ചേർന്നതെന്നുള്ളതാണ്. നെഹമ്യ ചാപ്റ്റർ 9 വേഴ്സ് 13 and 14. നെഹമ്യ പ്രവചനം 9-ാം അധ്യായം 13-14 വാക്യം. വേഴ്സ് 13, ദൗ കേമസ് ഡൗൺ ഓൾസോ അപ്പോൺ മൗണ്ട് സൈനായി. അപ്പോൾ എവിടെയാണ് ഇത് വന്നത്? സീനായി മലയിൽ വെച്ച്. ആൻഡ് സ്പേക്കസ്റ്റ് വിത്ത് ദം ഫ്രം ഹെവൻ ആൻഡ് ഗേവസ്റ്റ് ദം റൈറ്റ് ജഡ്ജ്മെന്റ്സ് and true laws, good statutes and commandments. Verse 14, and madest known unto them thy holy Sabbath. See, and madest known unto them. അപ്പൊ അത്രയും നാള് മനുഷ്യർക്ക് എന്തില്ലായിരുന്നു? ഹോളി ശാബത്തിനെ പറ്റി അറിയില്ലായിരുന്നു. ഇതെവിടെയാണ്? സീനായി മലയിൽ വെച്ച് 10 കൽപ്പനകൾ യഹോവയായ ദൈവം മോശയ്ക്ക് കൈമാറിയ സമയത്താണ് ശാബത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 7ാമത്തെ ദിവസം റെസ്റ്റ് ചെയ്യണം എന്ന വിശുദ്ധ ശബത്തായിട്ട് നമ്മൾ ആചരിക്കണമെന്നുള്ള ഒരു കമാൻഡ്മെന്റ് ആദ്യമായിട്ട് മനുഷ്യൻ അറിയുന്നത് എവിടെയാണ്? ഇത് മൗണ്ട് സീനായിൽ വെച്ച്, അല്ലെങ്കിൽ സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് ഇത് കൊടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്. ആൻഡ് മെയ്ഡസ് നോൺ അൺടു ദെം ദൈ ഹോളി ശാബത്ത് ആൻഡ് കമാൻഡസ്റ്റ് ദം പെർസെപ്റ്റ്സ് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ലോസ് ബൈ ദ ഹാൻഡ് ഓഫ് മോസസ് ദൈ സെർവൻറ്റ്. അപ്പൊ ഇത് മോശയ്ക്കാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. അപ്പൊ മോശയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ മോശയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഹോളി ശാബത്ത്, അല്ലെങ്കിൽ ശാബത്തിനെ പറ്റി ആദ്യമായി
അറിയുന്നത്, ശാബത്തിനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നതും ഇങ്ങനെയാണ്. ഇത് ഇസ്രായേൽ ജനത്തിലേക്ക് ഈ ഒരു കൽപ്പന, ഈ ഒരു കമാൻഡ്മെന്റ് വരുന്നത്. അപ്പം മോശയ്ക്ക് മുന്നേ ജീവിച്ചിരുന്ന ആൾക്കാരാണ് അബ്രഹാമും ഇസഹാക്കും യാക്കോബും. അതിനു മുന്നേ നമ്മൾ ഈ കാണുന്ന എല്ലാ മനുഷ്യന്മാരും, അല്ലെങ്കിൽ നമുക്ക് അതിന് മുമ്പ് കാണാൻ പറ്റുന്ന ഏതാണ്ട് 2500 വർഷക്കാലം മനുഷ്യന്റെ ചരിത്രത്തിൽ, അതായത് ആദം മുതൽ താഴേക്ക് ഈ മോശ വരെ 2500 വർഷക്കാലമുള്ള മനുഷ്യ ചരിത്രത്തിൽ ഈ ഹോളി ശബത്ത് അല്ലെങ്കിൽ ശബത്ത് എന്ന് പറയുന്ന ഒരു കൽപ്പനയെ പറ്റി മനുഷ്യന് അറിവേ ഇല്ലായിരുന്നു. അറിവില്ലാതെ മനുഷ്യൻ എങ്ങനെ ഇത് കീപ്പ് ചെയ്യും? മനുഷ്യന് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം ഫോർ 2500 ഇയേഴ്സ് ഈവൻ വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം പോലും എന്ത് ചെയ്തിട്ടില്ല? ഹോളി ശബത്ത് കീപ്പ് ചെയ്തിട്ടില്ല. കാരണം ഹോളി ശബത്ത് അവർക്ക് അറിയ പോലും ഇല്ലായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, Exodus chapter 16 verses 29. Verse 29, see for that the Lord hath given you the Sabbath. അപ്പോൾ ഈ ശാബത്ത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? എന്താണ് ശാബത്ത്? എന്താണ് ശാബത്ത് എന്നുള്ളത് ഇപ്പം നേരത്തെ എപ്പോൾ നമുക്ക് ശാബത്ത് കിട്ടി എന്നുള്ളത് ആഫ്റ്റർ 2500 ഇയേഴ്സ് ആഫ്റ്റർ ദ ക്രിയേഷൻ ആണ് മനുഷ്യരിലേക്ക് ഈ ഒരു കമാൻഡ്മെന്റ് മനുഷ്യനിലേക്ക് എത്തുന്നത്. രണ്ടാമത്തത് എന്താണ് ശാബത്ത് എന്നുള്ളതാണ്. ഫോർ ദ ലോർഡ് ഹാത്ത് ഗിവൺ യു ദ ശാബത്ത്. ആരാണ് ശാബത്ത് കൊടുത്തിരിക്കുന്നത്? യഹോവയാണ് ശാബത്ത് നമുക്ക് തന്നിരിക്കുന്നത്, നമുക്കല്ല മനുഷ്യന് കൊടുത്തിരിക്കുന്നത്. Therefore he giveth you on the 6th day the bread of 2 days. Abide ye every man in his place. Let no man go out of place in the 7th day. അതായത് ആറാമത്തെ ദിവസം അവരെന്ത് ചെയ്യണം? ആറാമത്തെ ദിവസം 2 ദിവസത്തേക്കുള്ള ബ്രെഡ് അവർ ശേഖരിച്ചു വെക്കുക. അതായത് 2 ദിവസത്തേക്കുള്ള ആഹാരം പ്രിപ്പയർ ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് 2 ദിവസത്തെ ആഹാരം ആറാമത്തെ ദിവസം പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്? അബൈഡ് യീ എവ്രി മാൻ ഇൻ ഹിസ് പ്ലേസ്. അവനായിരിക്കുന്ന സ്ഥലത്ത് അവനായിരിക്കുക. ലെറ്റ് നോ മാൻ ഗോ ഔട്ട് ഓഫ് ഹിസ് പ്ലേസ് ഓൺ ദ 7th day. അപ്പം ആരും അവന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അവനായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അതായത് നമുക്ക് ഒരു അരി മേടിക്കാനോ പഞ്ചസാര മേടിക്കാനോ ഉള്ളി മേടിക്കാനോ പാല് മേടിക്കാനോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുറത്തു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത് ആറാമത്തെ ദിവസം ഇതെല്ലാം റെഡിയാക്കി വെക്കണം എന്ന്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റിനോടുള്ള എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏഴാമത്തെ ദിവസം അല്ലെങ്കിൽ ശാബത്ത് ദിവസത്തിൽ പള്ളിയിൽ കൂടുന്ന ആൾക്കാർ, പള്ളിയല്ലല്ലോ നിങ്ങളുടെ വീട്, നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ പള്ളിയിൽ കൂടുവാണെന്നുണ്ടെങ്കിൽ ഇതാ യഹോവ നൽകിയിരിക്കുന്ന കൽപ്പന, ശബത്ത് ആചരിക്കുന്ന കൽപ്പനയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്? ലെറ്റ് നോ മാൻ ഗോ ഔട്ട് ഓഫ് ഹിസ് പ്ലേസ് ഓൺ ദ 7th day. ഏഴാമത്തെ ദിവസം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏഴാമത്തെ ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഏഴാമത്തെ ദിവസമായ ശനിയാഴ്ച നിങ്ങൾ പള്ളിയിൽ എന്ത് ചെയ്യുകയാണ്? അപ്പൊ ഇത് ശബത്ത് കീപ്പ് ചെയ്യാണോ? അല്ല, ഇറ്റ് ഇസ് നോട്ട് കീപ്പിംഗ് ദ ശബത്ത്. അപ്പം നിങ്ങൾ ഏഴാമത്തെ ദിവസം പള്ളി കൂടണം എന്ന് പറഞ്ഞിട്ട് ശബത്ത് കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് യു ഹാവ് ടു കീപ് ദ ശബത്ത് ദെൻ യു ഷുഡ് ബി അറ്റ് യുവർ ഹോം. വീട്ടിലായിരിക്കണം. അതാണ് ഇതിന്റെ ഒരു വേറെ ഭാഗം. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 12-ാം വാക്യം. Then returned they unto Jerusalem from the mount called Olivet, which is from Jerusalem a Sabbath day's journey. അതായത് ശബത്ത് ദിവസമാണ് ഇവര് ഈ ജേണി എടുക്കുന്നത്. ഒരു ശബത്ത് ദിവസമാണ് ഇവർ ഈ യാത്ര പുറപ്പെട്ടത്. ഈ ഒലിവ് മലയിൽ നിന്ന് യെരുശലേമിലേക്ക് ഒരു ശബത്ത് ദിവസമാണ് ഇവർ മുഴുവനായിട്ട് യാത്ര ചെയ്തത്. ഇവരാരാണ്? ഇവർ യഹൂദരാണ്. ഇവർ യഹൂദന്മാരാണ്. ഇവർ ആക്ച്വൽ ജ്യൂസ് ആണ്. ശബത്ത് അനുഷ്ഠിക്കുന്ന, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് മൊസൈക്ക് ലോ വെച്ചിട്ട് ശബത്തും കൂടെ അനുഷ്ഠിക്കുന്ന യഹൂദന്മാർ ഈ സാബത്ത് ഡേയ്സ് ജേണി എന്നും പറഞ്ഞിട്ട് മൗണ്ട് ഒലിവിലാണ് അവിടെ ആയിരിക്കുന്നതെങ്കിൽ ശബത്ത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർ അവിടെ തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ അവർ അവിടെ തന്നെ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യണം. ഈ ശബത്ത് ദിവസം യെരുശലേമിലേക്ക് യാത്ര ചെയ്യാൻ പാടില്ല. Exodus 20 verse 8 to 10. ഇതാണ് ആക്ച്വൽ നമുക്ക് ശാബത്ത് ദിവസം നമുക്ക് തന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഈ കമാൻഡ്മെന്റ് നമുക്ക് തന്നിരിക്കുന്ന ഭാഗം. വേഴ്സ് 8, റിമെമ്പർ ദ ശാബത്ത് ഡേ ടു കീപ് ഇറ്റ് ഹോളി. വേഴ്സ് 9, 6 days ഷാൽ ദൗ ലേബർ ആൻഡ് ഡു ഓൾ ദൈ വർക്ക്സ്. 6 ദിവസം വർക്ക് ചെയ്യാം, വേല ചെയ്യാം, പണിയെടുക്കാം. 10-ാമത്തെ വാക്യം, ബട്ട് ദ 7th day is the Sabbath of the Lord thy God. In it thou shall not do any work. അന്ന് പ്രവർത്തികൾ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ മാത്രമല്ല പ്രവർത്തി ചെയ്യാൻ പാടില്ലാത്ത, thou nor thy son, നിങ്ങളുടെ മകനോ, nor thy daughter, നിങ്ങളുടെ മകളോ, thy man servant nor thy maid servant, പുരുഷനോ സ്ത്രീയോ ആയിരിക്കുന്ന വേലക്കാരും എന്ത് ചെയ്യാൻ പാടില്ല? പണിയെടുക്കാൻ പാടില്ല. nor thy cattle
നോർ ദൈ സ്ട്രേഞ്ചർ ദാറ്റ് ഈസ് വിത്തിൻ ദൈ ഗേറ്റ്സ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ല, അറിയില്ലാത്ത ആൾക്കാരെ കൊണ്ട് പോലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ പണിയെടുപ്പിക്കാൻ പാടില്ല. അപ്പം നമ്മൾ വേറൊരു, അതായത് ഈ ഈ പറയുന്ന നമ്മൾ ശാബത്ത് കീപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ശാബത്ത് ദിവസം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഇത് വെച്ച് കാലണ്ടർ വെച്ച് നോക്കുവാണെങ്കിൽ ശനിയാഴ്ച ദിവസം നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ഒരു ചായ മേടിച്ച് കുടിക്കുവാണെങ്കിൽ വരെ ദാറ്റ് ഈസ് ദ, അതെന്താ പറയുക, ശാപത്തിന്റെ ലംഘനമാണ്. കാരണം എന്താ, നമ്മൾ വേറൊരാളെ, നമ്മളൊരു സ്ട്രേഞ്ചറിനെ കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ പണിയെടുപ്പിക്കുന്നു, നമ്മൾ സ്ട്രേഞ്ചറിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഈ സർവീസസ് പോലും അന്ന് അവെയിൽ ചെയ്യാൻ പാടില്ല. എന്താണ്, ശാബത്ത് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ബിബ്ലിക്കലി ശാബത്ത് കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളൊരു സർവീസ്, അതായത് ഒരു ട്രെയിനിൽ കയറി യാത്ര ചെയ്യാൻ പാടില്ല, നമ്മളൊരു ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പാടില്ല. അപ്പം ഈ സർവീസസ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവെയിൽ ചെയ്യാൻ പറ്റത്തില്ല, ഇഫ് യു ആർ റിയലി കീപ്പിംഗ് the Sabbath. Exodus chapter 31 verse 14 and 15. Ye shall keep the Sabbath therefore, for it is holy unto you. Every one that defileth it shall surely be put to death. See, അപ്പോൾ ശാബത്തിനെ ഡിഫൈൽ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ശാബത്തിനെ അനുഷ്ഠിക്കാത്തവർ, അല്ലെങ്കിൽ അതിനെ ലംഘിക്കുന്നവർ എന്ത് ചെയ്യുക, they shall surely be put to death. അവരെ കൊന്നു കളയണം എന്നാണ് പറയുന്നത്, പഴയ നിയമ എന്താ പറയുക, ഇത് വെച്ചിട്ട്. അപ്പം അതൊന്നും നമുക്കിന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. For whosoever doth any work therein, that soul shall be cut off from among his people. Verse 15, 6 days may work be done, but in the seventh is the Sabbath of rest. അന്ന് റെസ്റ്റ് ചെയ്യേണ്ട ദിവസമാണ്, അന്ന് പള്ളിയിൽ പോയി ആരാധന കൂടേണ്ട ദിവസം അല്ല. That is the day of rest, not the day of fellowship. Holy to the Lord, whosoever doth any work in the Sabbath day, he shall surely be put to death. Exodus 20 verse 8 to 10. അത് ഞാനിപ്പം വായിച്ചതാണ്. Exodus 31 verse 12 and 13. Verse 12, and the Lord spake unto Moses, saying, Speak thou also unto the children of Israel. അപ്പൊ ഈ ശാബത്ത് നമ്മൾ ആദ്യം കണ്ടു, ശബത്ത് എന്നാണ് മനുഷ്യന് കിട്ടിയതെന്ന് നമ്മൾ കണ്ടു. രണ്ട്, ശബത്ത് എന്താണ്, ഇറ്റ് ഈസ് എ ഡേ ഓഫ് റെസ്റ്റ് എന്ന് നമ്മൾ കണ്ടു. ശാബത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പാടില്ല എന്ന് നമ്മൾ കണ്ടു. ശാബത്തിന്റെ ദിവസം നമ്മൾ വേലയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് കണ്ടു. ശാബത്തിന്റെ ദിവസം നമ്മൾ വേറെ ആൾക്കാരെ കൊണ്ട്, മറ്റുള്ളവരെ കൊണ്ട്, ഈവൻ നമ്മുടെ ആനിമൽസിനെ, നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസിനെ കൊണ്ട് പോലും നമ്മൾ വേല ചെയ്യിപ്പിക്കാൻ പാടില്ല എന്നും നമ്മൾ കണ്ടു. അടുത്തത്, യഹോവ ശാബത്ത് കൊടുത്തത് ആർക്കാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആർക്കാണ് യഹോവ ശാബത്ത് കൊടുത്തത്? ആൻഡ് ദ ലോർഡ് സ്പേക്ക് അൺടു മോസസ് സേയിങ്, ഇത് ആരോടാണ് പറഞ്ഞത്? മോശയോട് പറഞ്ഞു. സേയിങ്, സ്പീക്ക് ദൗ ഓൾസോ അൺടു ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, ഇസ്രായേൽ മക്കളോട് അറിയിക്കുക. സേയിങ്, വെരിലി മൈ ശാബത്ത്സ് ye shall keep, for it is a sign between me and you. യു ആരാ? മീ ആരാ? യഹോവയായ ദൈവം. യു ആരാ? ഇത് മോസസിനോടാണ് പറയുന്നത്. പക്ഷെ യു ആരാ? മോളിൽ കാണിച്ചിരിക്കുന്ന അൺടു ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. അപ്പൊ ഇറ്റ് ഇസ് എ സൈൻ ബിറ്റ്വീൻ മീ ആൻഡ് യു. ഇറ്റ് ഇസ് എ സൈൻ എന്നുള്ളത് നിങ്ങൾ ഒരാഴ്ചയും കൂടെ ഓർത്തിരിക്കുവാണെങ്കിൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാരണം അടുത്ത ആഴ്ച വരുന്ന ടോപ്പിക്കിൽ ഈ ഒരു ഭാഗം നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുന്നതായിരിക്കും. ഫോർ ഇറ്റ് ഇസ് എ സൈൻ ബിറ്റ്വീൻ, ഇല്ല, മലയാളം വേർഷൻ നോട്ട് ഷോയിങ്, ബിക്കോസ് മലയാളം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ കൺഫ്യൂഷനിലേക്ക് വരാൻ സാധ്യത ഉള്ളത് കാരണവും, പിന്നെ ടൈപ്പ് ചെയ്യാനും ഇത് എനിക്ക് PPT ഉണ്ടാക്കാനും കുറച്ചുകൂടെ എളുപ്പമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. അതുകൊണ്ടാണ് മലയാളം ഇല്ലാത്തത്. അടുത്ത സെഷനിൽ ഞാൻ എൻ്റെ ടോപ്പിക്കിൽ, എൻ്റെ PDF മലയാളം ഉണ്ടാവും, അതുകൊണ്ട് കുഴപ്പമില്ല. ഫോർ ഇറ്റ് ഇസ് എ സൈൻ ബിറ്റ്വീൻ മീ ആൻഡ് യു throughout your generations, that ye may know that I am the Lord that doth sanctify you. ഇത് ഈ ഉടമ്പടി ആര് തമ്മിലാണ്? ശാബത്ത് എന്നുള്ള ഉടമ്പടി യഹോവയായ ദൈവവും ഇസ്രായേൽ മക്കളും തമ്മിലാണ് ഉടമ്പടി. Exodus 31 verses 16 and 17. Verse 16 says, Wherefore the children of Israel shall keep the Sabbath. കണ്ടോ? വേറെ നമ്മൾ 10 കൽപ്പനയിൽ വേറെ എല്ലാ കൽപ്പനകളും എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൽപ്പനയൊന്നും ഈ പഴയ നിയമത്തിൽ എങ്ങും തന്നെ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഷാൽ നോട്ട് കിൽ എന്ന് എഴുതിയിട്ടില്ല. ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഷാൽ നോട്ട് എന്താ പറയുക മേക്ക് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഷാൽ നോട്ട് കവറ്റ് എന്ന് പറഞ്ഞിട്ടില്ല.
അപ്പൊ ഈ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഷാൽ ഡു സംതിങ് എന്ന് പറയുന്നത് ഇതിന് മാത്രമേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാ? കാരണം വേഴ്സ് 13 ഫോർ ഇറ്റ് ഈസ് എ സൈൻ ബിറ്റ്വീൻ മീ ആൻഡ് യു, അതൊരു സൈനാണ്. വേഴ്സ് 16 വെയർഫോർ ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഷാൽ കീപ് ദ ശബത്ത്. ആരാണ് ശബത്ത് അനുഷ്ഠിക്കേണ്ടത്? ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞാനോ നമ്മുടെ ഈ ഗ്രൂപ്പിലിരിക്കുന്ന ആരും ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഐ നീഡ് നോട്ട് കീപ് ദ ശാബത്ത്. അതായത് ആസ് പെർ ദ ഓൾഡ് ടെസ്റ്റ്മെന്റ് എക്സോഡസിൽ പറയുന്നത് വെച്ചിട്ട് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഷാൽ കീപ് ദ സാബത്ത് ടു ഒബ്സർവ് ദ ശാബത്ത് ത്രൂ ഔട്ട് ദെയർ ജനറേഷൻസ് ഫോർ പെർപച്വൽ കവനന്റ്. അതെന്താണ്? ശാബത്ത് എന്താണ്? ഒരു കവനന്റ് ആണ്. അപ്പം ഈ 10 കൽപ്പനയിൽ 9 എണ്ണവും അത് ആക്ച്വൽ കൽപ്പനയാണ്. നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ അത് ചെയ്യരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുള്ള കൃത്യമായിട്ടുള്ള കൽപ്പനകളാണെങ്കിൽ ഈ ഒരു കാര്യം എന്താണ്? ശാബത്ത് എന്ന് പറയുന്ന ഒരു കാര്യം ഇസ്രായേൽ മക്കളും യഹോവയായ ദൈവവും തമ്മിലുള്ള ഒരു കവനന്റ് ആണ്, ഒരു പെർപെച്വൽ കവനന്റ് ആണ്, ഒരു ഉടമ്പടിയാണ്. വേഴ്സ് 17 ഒന്നുകൂടെ പറയുന്നു, ഇറ്റ് ഈസ് എ സൈൻ ബിറ്റ്വീൻ മീ ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ ഫോർ എവർ. എന്നും എന്നേക്കും ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു സൈനാണ്. ബിറ്റ്വീൻ മീ ആൻഡ് ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ, നമ്മളല്ല, ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ. For in 6 days the Lord made heaven and earth, and on the 7th day he rested and was refreshed. അടുത്തത് Exodus chapter 35 verse 2 and 3. Verse 2 says, 6 days shall work be done, but on the 7th day there shall be to you an holy day, a Sabbath of rest to the Lord. Whosoever doth work therein shall be put to death. Verse 3, ye shall kindle no fire throughout your habitations upon the Sabbath day. ശബത്ത് നാളിൽ എന്ത് ചെയ്യാൻ പാടില്ല? തീ കത്തിക്കാനായിട്ട് പാടില്ല. Thou ye shall not kindle no fire. ആ ഒരു ദിവസം മുഴുവൻ എന്ത് ചെയ്യാൻ പാടില്ല? ശബത്ത് ദിവസം തീ കത്തിക്കാനായിട്ട് പാടില്ല. അപ്പൊ തീ കത്തിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? അതുകൊണ്ടാണ് പറയുന്ന 6ാമത്തെ ദിവസം നിങ്ങൾ 2 ദിവസത്തേക്കുള്ള ബ്രെഡ് കരുതി വെക്കാനായിട്ട്. കാരണം 7ാമത്തെ ദിവസം രാവിലെ എണീറ്റ് ദോശ ചൂടാനായിട്ട് പറ്റില്ല. രാവിലെ ബ്രെഡ് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് ബോർമയിലേക്ക് കയറ്റാനായിട്ട് പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? തീ കത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ രാവിലെ എണീറ്റ് അവർ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അത് തീയല്ല. അല്ലെങ്കിൽ ഗ്യാസ് അവർ കത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? ദേ ആർ ബ്രേക്കിംഗ് ദ ലോ ഓഫ് ദ ശാബത്ത്. അവര് ശാബത്ത് ബ്രേക്ക് ചെയ്യുന്നു. ശാബത്ത് ബ്രേക്ക് ചെയ്യുന്നവരെ കൊല്ലണം എന്നാണ് പറയുന്നത്. അപ്പം ഓൾഡ് ടെസ്റ്റ്മെന്റിലെ എക്സോഡസിൽ പറയുന്ന വാക്യങ്ങൾ വെച്ചിട്ടാണ് ശബത്ത് കീപ്പ് ചെയ്യണമെന്ന് ഈ ഇദ്ദേഹം പറയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ സെവന്ത് ഡേ അഡ്വന്റിസ്റ്റുകാർ പറയുന്നുവെങ്കിൽ, അതേ എക്സോഡസിലെ വാക്യങ്ങൾ വെച്ചിട്ട് അന്ന് രാവിലെ അവർ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഗ്യാസ് കത്തിച്ചിട്ടാണ് അവർ ചായ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അവരെ എന്ത് ചെയ്യണം? അവരെ കൊല്ലണം. അല്ലെങ്കിൽ അവരെ കൊല്ലണം ഇൻ ദ സെൻസ് ദേ ഷാൽ ബി പുട്ട് ടു ഡെത്ത്. അവരുടെ സെയിം എന്താ പറയുക സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമാണോ? അത് നടക്കുന്ന കാര്യമല്ല. അടുത്തത് എന്താ, നമുക്ക് കാറ് ഇപ്പൊ ഇന്ന് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉള്ള കാരണം കുഴപ്പമില്ല. പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇല്ലായിരുന്നു. എല്ലാം എന്തായിരുന്നു? IC എൻജിൻസ് ആണ്, അല്ലെങ്കിൽ ഇന്റേണൽ കമ്പഷൻ എൻജിൻസ് ആണ്. നമ്മൾ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ കാറിനകത്ത് കയറിയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും എന്താണ്? അത് ശബത്തിന്റെ ലംഘനമാണ്. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ശബത്തിൽ വീട്ടിലിരിക്കണം, പുറത്ത് പോകാൻ പാടില്ല എന്നുള്ളത് കാർ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 2, പള്ളി പോകണമെന്നും പറഞ്ഞിട്ട് ഇവർ കാർ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇന്റേണൽ കമ്പഷൻ എൻജിൻസ് ആണ്, അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തീ കത്തിക്കാനായിട്ട് പാടില്ല. എസെക്കിയേൽ ചാപ്റ്റർ 20 വേഴ്സ് 1 to 20. അപ്പോൾ അതിൽ ഈ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളെല്ലാം വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. പക്ഷേ അതിനകത്ത് ഏറ്റവും മേജർ ആയിട്ടുള്ള 3 വാക്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. വേഴ്സ് 1 to 20 പറ്റുവാണെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് വായിക്കുക. വേഴ്സ് 3, സൺ ഓഫ് മാൻ സ്പീക്ക് അൺ ടു ദ എൽഡേഴ്സ് ഓഫ് ഇസ്രായേൽ. ആരോടാണ് പറയണ്ടേ? ടു ദ എൽഡേഴ്സ് ഓഫ് ഇസ്രായേൽ. ആൻഡ് സേ അൺ ടു ദം, thus saith the Lord God, are ye come to enquire of me as I live, saith the Lord God, I will not be enquired of by you. Verse 12, moreover also I gave them my Sabbaths. ഈ them ആരാ? The elders of Israel. I gave them my Sabbaths to be a sign between me and them. അതെന്താണ്? പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, that Sabbath is a sign. കൊല്ലരുത് എന്ന് പറയുന്നത്
വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നത്, മോഷ്ടിക്കരുത് എന്ന് പറയുന്നത്, കള്ളസാക്ഷ്യം പറയരുത് എന്ന് പറയുന്നത്, അന്യന്റെ ഭാര്യയോ അന്യന്റെ മുതലിനോ ആഗ്രഹിക്കരുത് എന്ന് പറയുന്നത്, ഇതൊന്നും എന്തല്ല, ഇതൊന്നും സൈൻസ് അല്ല ദാറ്റ് യു ഹാവ് ടു ഡു. കൊല്ലരുത് എന്ന് പറയുന്ന ഒരു സൈൻ ആണോ? അല്ല. മോഷ്ടിക്കരുത് എന്ന് പറയുന്നത് ഒരു സൈൻ ആണോ? നിങ്ങളുടെ ദൈവമായ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൈൻ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ സൈൻ. ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ആക്ച്വലി ഡു. നമ്മൾ ശരിക്കും ക്രിയയായിട്ട്, നമ്മൾ വർക്കായിട്ട്, നമ്മുടെ സൈഡിൽ നിന്ന് പ്രവൃത്തിയായിട്ട് ചെയ്യേണ്ടതോ ചെയ്യാൻ പാടില്ലാത്തതോ ആയ കാര്യങ്ങളാണ്. അതെന്തല്ല? അത് സൈൻ അല്ല. എക്സെപ്റ്റ് ഫോർ ദ ഫോർത്ത് കമാൻഡ്മെന്റ് വിച്ച് ഇസ് ദ ശാബത്ത്. അതെന്താണ്? ഐ ഗേവ് ദം മൈ ശാബത്ത്സ് ടു ബി എ സൈൻ ബിറ്റ്വീൻ മീ ആൻഡ് ദം. ഞാനും അവരും തമ്മിലുള്ള ഒരു സൈനാണ്, ഒരു അടയാളമാണ്. That they might know that I am the Lord that sanctify them. Verse 20, and hallow my Sabbaths, and they shall be a sign between me and you, that ye may know that I am the Lord your God. കണ്ടോ? സാബത്ത് ഒരു സൈൻ ആണെന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് ഈ പഴയ നിയമത്തിൽ തന്നെ, എക്സോഡസിൽ തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എസെക്കിയേലിലാണെങ്കിലും നമ്മളിത് പല പ്രാവശ്യം കണ്ടു. എന്താണ്? ഇതൊരു സൈനാണ്. കൊല്ലരുത് എന്ന് പറയുന്നത് എന്തല്ല? ഒബിയസ്ലി നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. കൊല്ലരുതെന്ന് പറയുന്ന ഒരു സൈൻ അല്ല. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് പറയുന്ന ഒരു സൈൻ അല്ല. പിന്നെ ഭൂമിയിലുള്ളതോ, ഭൂമിയുടെ മുകളിൽ സ്വർഗത്തിലുള്ളതോ, ഭൂമിയുടെ കീഴെ നരകത്തിലുള്ളതിൻ്റെയോ യാതൊന്നിൻ്റെ ഇമേജസോ യാതൊന്നിൻ്റെ ഒരു ഫോംസോ ഉണ്ടാക്കരുതെന്ന് പറയുന്നത് എന്തല്ല? സൈൻ അല്ല. നമ്മളൊരു കാര്യം, അത് ആക്ച്വൽ ക്രിയയാണ്. ചെയ്യുന്നോ ചെയ്യാതിരിക്കുന്നോ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. എക്സെപ്റ്റ് ഫോർ ദ ഫോർത്ത് കമാൻഡ്മെന്റ് വിച്ച് ഇസ് എ ശാബത്ത്. അടുത്തത് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യം. At that time Jesus went on the Sabbath day through the corn. അതായത് കോൺഫീൽഡിൽ കൂടെ അല്ലെങ്കിൽ ചോളത്തിന്റെ പാടത്തിൽ കൂടെ ആര് നടന്നു? യേശുക്രിസ്തു നടന്നു. എന്നാ നടന്നത്? ഓൺ ദ ശബത്ത് ഡേ. ശബത്ത് നാളിൽ യേശുക്രിസ്തു തന്റെ വീടിന്റെ പുറത്ത് എന്ത് ചെയ്യുമായിരുന്നു? ഇഫ് കീപ്പിംഗ് ദ യേശുക്രിസ്തു ഒരു ജൂ ആണ്. യേശുക്രിസ്തു ജൂഡ ഗോത്രത്തിൽ നിന്ന് വന്ന ഒരു യഹൂദനാണ്. വിച്ച് മീൻസ് ദാറ്റ് ഹി ഹാസ് ടു കീപ് ദ ശാബത്ത്. ശാബത്ത് അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആര്? യേശുക്രിസ്തു. എന്നാൽ ആ യേശുക്രിസ്തു തന്നെ എന്ത് ചെയ്യുന്നു? ശബത്ത് നാളിൽ താനായിരിക്കുന്ന സ്ഥലത്തിന്റെ പുറത്ത്, അല്ലെങ്കിൽ തന്റെ വീടിന്റെ അല്ലെ താൻ പാർക്കുന്ന സ്ഥലത്തിന്റെ പുറത്ത് ഒരു കോൺ ഫീൽഡിൽ കൂടെ എന്ത് ചെയ്യുമായിരുന്നു? വെന്റ് ഓൺ ദ ശാബത്ത് ഡേ ത്രൂ ദ കോൺ. നടന്നു പോവുമായിരുന്നു. And his disciples were an hungered and began to pluck the ears of the corn and to eat. അപ്പൊ യേശുക്രിസ്തു ശബത്ത് ആചരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ശബത്ത് നാളിൽ തന്റെ വീടിന്റെ പുറത്ത് യേശുക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു? ഇതൊക്കെ ബേസിക്കലി ക്വസ്റ്റ്യൻസ് ആണ്. എന്തുവാണ് ശബത്ത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരൊക്കെ ഇങ്ങനെ ഈ അന്ന് തന്നെ പള്ളിയിൽ പോകണം, അന്ന് തന്നെ ആയിരിക്കണം പള്ളിയിൽ കൂടേണ്ടത്, ബാക്കിയുള്ളവരൊന്നും ശബത്ത് ആചരിക്കുന്നില്ല, അനുഷ്ഠിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്യും. പക്ഷെ അവർ തന്നെയാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ശബത്തിന്റെ ലംഘനം നടത്തുകയും ചെയ്യുന്നത്. മാർക്ക് ചാപ്റ്റർ 2 വേഴ്സ് 23 to 28, 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ആൻഡ് ഇറ്റ് കെയിം ടു പാസ് ദാറ്റ് ഹി, ആരാ? യേശു, went through the cornfields on the Sabbath day. നേരത്തെ വായിച്ച വാക്യത്തിന്റെ പാരലൽ പാസേജ് തന്നെയാണ് ഇത്. And his disciples began as they went to pluck the ears of the corn. Verse 24. And the Pharisees said unto him, Behold, why do they on the Sabbath day that which is not lawful? ശബത്ത് ദിവസത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്തുകൊണ്ട്? നിന്റെ ശിഷ്യന്മാർ ശബത്ത് ദിവസത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് യേശുവിനോട് ചോദിക്കുന്നു. അന്നത്തെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരാണ് ആര്? ഈ യഹൂദന്മാര്. അപ്പം ശബത്ത് നാളിൽ വിഹിതമല്ലാത്ത ഇവരെ സംബന്ധിച്ചിടത്തോളം ശബത്ത് നാളിൽ പുറത്തിറങ്ങാം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, കോൺ പറിച്ച് തിന്നരുത് എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. പക്ഷേ ഈ ചോദിക്കുന്ന യഹൂദന്മാരെന്താണ്? ഇവർ ആക്ച്വലി ഹിപ്പോക്രിറ്റ്സ് ആണ്. എന്തുകൊണ്ടാ? ഇവർ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഇവര് ഈ കോൺഫീൽഡിന്റെ നടുക്ക് നിൽക്കുന്ന യേശുവിനോടും തന്റെ ശിഷ്യന്മാരോടും ഇവര് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇവരും ഈ കോൺഫീൽഡിൽ തന്നെയല്ലേ? അപ്പൊ ഇവരും യേശുക്രിസ്തുവിന്റെ പുറകിൽ ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കി ഇവര് പുറകെ പോയത് കൊണ്ടാണല്ലോ ഇത് കണ്ടതും അവിടെ വെച്ച് ചോദിച്ചതും. അപ്പം ഈ ശബത്ത് നാളിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് യേശുവിനോട് ചോദിക്കുന്ന ഇവര് തന്നെ ഇവരോട് ചോദിക്കണ്ടേ? ശബത്ത് നാളിൽ വിഹിതമല്ലാത്തത് എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു? കാരണം ഈ ഫരിസേയര് ശബത്ത് നാളിൽ കോൺഫീൽഡിൽ നിൽക്കാൻ പാടുണ്ടോ? ഇല്ല.
ദേ ഷുഡ് ബി അറ്റ് ദെയർ ഹൗസസ്. അവരായിരിക്കുന്ന സ്ഥലത്ത് അവരായിരിക്കണം. അപ്പൊ ഇവർ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹിപ്പോക്രിറ്റ്സ്. വേഴ്സ് 25, ആൻഡ് ഹീ സെഡ് അൺ ടു ഹിം. അപ്പൊ ഇവരോട് ഈ ഹിപ്പോക്രസിക്ക് സത്യം പറയാൻ നമുക്ക് ആൻസർ കൊടുക്കാനുണ്ടോ? സത്യം പറയാൻ ആൻസർ ഒന്നും കൊടുക്കാനില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരോ പോലെയുള്ള ഹിപ്പോക്രിറ്റ്സിനോട് ആൻസർ കൊടുക്കാനായിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ആൻസർ ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആൻഡ് ഹീ സെഡ് അൺ ടു ഹിം, ഹാവ് യീ നെവർ റെഡ് വാട്ട് ഡേവിഡ് ഡിഡ്. സി, ഈ ഹിപ്പോക്രസിക്ക് പോലും യേശു ക്രിസ്തു വേദപുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ആൻസർ കൊടുക്കുന്നത്. ഹാവ് യീ നെവർ റെഡ് വാട്ട് ഡേവിഡ് ഡിഡ് when he had need and was an hungered, he and they that were with him, how he went into the house of God in the days of Abiathar the high priest and did eat the shewbread. അപ്പൊ അന്ന് മഹാപുരോഹിതന് മാത്രം ഉണ്ടായിരുന്ന കാഴ്ചയപ്പം ഇവര് ഉള്ളിൽ പോയിട്ട് ഇവരെടുത്ത് കഴിച്ചു. അതും ഒരു ശാബത്ത് ദിവസമായിരുന്നു. വിച്ച് ഇസ് നോട്ട് ലോഫുൾ ടു ഈറ്റ് ബട്ട് ഫോർ ദ പ്രീസ്റ്റ് ആൻഡ് ഗേവ് ഓൾസോ ടു ദം വിച്ച് വെയർ വിത്ത് ഹിം. വേഴ്സ് 27. അപ്പൊ തിരിച്ചു ചോദിക്കുകയാണ് ഫരിസേയരോട്. വേഴ്സ് 27, he said unto him, the Sabbath was made for man and not man for the Sabbath. See, ശബത്ത് മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്, ശബത്തിന് വേണ്ടിയിട്ടല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് അടുത്ത ആഴ്ചത്തെ സെഷനിൽ അവസാനത്തെ പോയിന്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഹീ സെഡ് unto them, the Sabbath was made for man and not man for the Sabbath. ശബത്തിന് വേണ്ടിയല്ല മനുഷ്യനെ ഉണ്ടാക്കിയത്, പക്ഷേ ശബത്ത് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ആൻഡ് വേഴ്സ് 28, the last and main point of Jesus on this occasion, therefore the Son of Man is Lord also of the Sabbath. See, Jesus Christ is also the Lord of Sabbath. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ശബത്തിന്റെയും നാഥനായിരിക്കുന്നത്? ബിക്കോസ് യേശു ക്രിസ്തു തന്നെയാണ് ഈ റൂൾ ഉണ്ടാക്കി ആർക്ക് കൊടുത്തിരിക്കുന്നത്? മോസസിന് കൊടുത്തിരിക്കുന്നത് എന്ന് മാത്രമല്ല, അടുത്ത ആഴ്ചയുള്ള ലാസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുവാണെങ്കിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ അവിടെ വരുന്നതായിരിക്കും. Mark chapter 3 verse 4 to 6. Verse 4, and he saith unto them, is it lawful to do good on the Sabbath days, or to do evil, to save life, or to kill? But they held their peace. ഇത് ഫരിസേയരോട് യേശുക്രിസ്തു ചോദിക്കുകയാണ്, നന്മ ചെയ്യുന്നത് വിഹിതമോ അല്ലയോ ശബത്ത് നാളിൽ എന്ന് ചോദിക്കുന്നു. Verse 5, and when he had looked around about on them with anger, and when he had looked round about on them with anger, being grieved for the hardness of their hearts, he said unto the man, stretch forth thine hand. And he stretched it out, and his hand was restored whole as the other. Verse 6, and the Pharisees went forth and straightway to counsel with the Herodians against him, how they might destroy him. See, കണ്ടോ, ശബത്ത് നാളിൽ വിഹിതമല്ലാത്ത ഇത് സൗഖ്യപ്പെടുത്താൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പം ഇവരെന്ത് ചെയ്യുന്നു? ഇവരൊന്നും മിണ്ടുന്നില്ല. ഇവരൊന്നും മിണ്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മീനിങ്, അതുകൊണ്ടാണ് യേശുവിന് എന്ത് ചെയ്തു? ഇവരെല്ലാവരെയും നോക്കി ദേഷ്യത്തോടെയാണ് നോക്കിയത്. ആൻഡ് വെൻ ഹി ഹാഡ് ലുക്ഡ് അറൗണ്ട് അബൌട്ട് ഓൺ ദം വിത്ത് ആങ്കർ, ദേഷ്യത്തോടെയാണ് നോക്കുന്നത്. ബീയിങ് ഗ്രീവ്ഡ് ഫോർ ദ ഹാർട്ട്നെസ് ഓഫ് ദർ ഹാർട്ട്സ്. ഈ ഹാർട്ട്നെസ് ഓഫ് ദർ ഹാർട്ട്സ് എന്ന് പറയുന്നത് അവരുടെ ഹിപ്പോക്രസി കൊണ്ടാണ്. യുവന്മാർക്ക് തന്നെ ഉള്ളിൽ അറിയാം എന്താണ് വിഹിതം, എന്താണ് വിഹിതമല്ലാത്തത്, എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് ഇവരുടെ ഉള്ളിൽ തന്നെ ഇത് അറിയാമെങ്കിലും ഇവര് യേശുവിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ സംഭവം. റോമൻസ് ചാപ്റ്റർ 13 വേഴ്സ് 8 to 10. Verse 8, owe no man anything but to love one another, for he that loveth another hath fulfilled the law. Verse 9, for this thou shalt not commit adultery, thou shalt not kill, thou shalt not steal, thou shalt not bear false witness, thou shalt not covet, and if there be any other commandment, ഈ എഴുതിയിരിക്കുന്നതല്ലാതെ if there be any other commandment like the Sabbath, it is briefly comprehended in the saying, namely, thou shalt love thy neighbor as thyself, like keeping the Sabbath. അത് തന്നെയാണ് ഇവിടെ ചെയ്തത്. ജീസസ് ലവ്ഡ് ഹിസ് നെയ്ബർ ആസ് ഹിംസെൽഫ് എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് ശബത്ത് ദിവസം എന്ത് ചെയ്തത്?
ഇവരെ ഹീൽ ചെയ്ത്. അതുകൊണ്ടാണ് മനുഷ്യന് വേണ്ടി ശബത്ത് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും പുതിയ നിയമത്തിൽ പറയുന്നത്. ഇഫ് ദെയർ ബി എനി അതർ കമാൻഡ്മെന്റ്, ഈ മുകളിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ വേറെ ഏതെങ്കിലും കൽപ്പന ഉണ്ടെങ്കിൽ, ആ വേറെ എഴുതിയിരിക്കുന്ന അല്ലാത്ത എന്ത് കൽപ്പനയുണ്ട്? ശാബത്തിന്റെ കൽപ്പനയുണ്ട്, വേറെ പല കൽപ്പനകളുണ്ട്. ഇറ്റ് ഇസ് ബ്രീഫ്ലി കോംപ്രിഹെൻഡഡ് ഇൻ ദിസ് സെയിങ്, നെയിംലി thou shalt love thy neighbor as thyself. കാരണം ഈ 10 കൽപ്പനയെ രണ്ടാക്കി ചുരുക്കിയിട്ടാണ് യേശുക്രിസ്തു പറയുന്നത്. രണ്ടാക്കി, ഒന്ന് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെയൊക്കെ സ്നേഹിക്കുക, പൂർണ്ണമായി സ്നേഹിക്കുക. രണ്ടാമത്തത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. 10 കൽപ്പനകളെ ചുരുക്കി രണ്ടാക്കിയതാണ്. ഇതിൽ ഈ രണ്ടാമത്തെ കൽപ്പന, അപ്പം ആദ്യത്തെ 3 കൽപ്പന, ദൈവത്തെ പറ്റിയുള്ള ആദ്യത്തെ 3 കൽപ്പനകൾ എന്ത് ചെയ്തു? അത് ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ള കൽപ്പനയിൽ ദൈവം അല്ലെങ്കിൽ യേശുക്രിസ്തു ഉൾപ്പെടുത്തി. അതിന് അടിയിലുള്ള വേഴ്സ് അല്ലെങ്കിൽ കമാൻഡ്മെന്റ് 4 to കമാൻഡ്മെന്റ് 10, 4 തൊട്ട് 10 വരെയുള്ള കൽപ്പനകളെ എന്ത് ചെയ്തു? നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാക്കി. അതുകൊണ്ടാണ് thou shalt not commit adultery, thou shalt not kill, thou shalt not steal, thou shalt not bear false witness, thou shalt not covet. ഇത്രയും കാര്യങ്ങൾ 1, 2, 3, 4, 5. സത്യം പറഞ്ഞാൽ എത്ര കൽപ്പനകളുണ്ട്? 6 ഉണ്ട്. അതായത് ആദ്യത്തെ 3 കഴിഞ്ഞ് 4 തൊട്ട് ബാക്കി താഴേക്ക് 7 ഉണ്ട്. thou shalt not covet, അതിനിടയ്ക്ക് 1, 2, 3, 4, 5 വരുന്നുണ്ട്. ആ 6th എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4 to 10 വരുന്ന ആ 6th അല്ലെങ്കിൽ 4 to 10 എന്ന് പറയുന്ന ആ 6ലുള്ള 6th one എവിടെയാണ്? അതാണ് like the Sabbath. It is briefly comprehended in this saying, namely, thou shalt love thy neighbor as thyself. Verse 10, love worketh no ill to his neighbor. Therefore, love is the fulfilling of the law. Love is the fulfilling of the law. John 20, verse 19, then the same day at evening, being the first day of the week, when the doors were shut, where disciples were assembled for the fear of the Jews, came Jesus and stood in the midst and saith unto them, peace be unto you. First Corinthians, ഇതെന്നാണ്? ഇത് ഏത് ദിവസമാണ്? The first day of the week ആണ്. First Corinthians chapter 16 verse 2, upon the first day of the week let every one of you lay by him in store as God hath prospered him, and there be no gatherings when I come. Colossians 2 verse 16, let no man therefore judge you. First Corinthians 16:2 എന്താ പറയാ, ജോൺ 20 വേഴ്സ് 19 ബാക്കിയുള്ള വേഴ്സസിലാണെങ്കിലും, ബാക്കി നമ്മൾ പുതിയ നിയമം പരിശോധിക്കുകയാണെങ്കിൽ, ശാബത്ത് ദിവസത്തിൽ ഒരു സമയത്തും ഒരു സ്ഥലത്തും ആൾക്കാർ സഭ കൂടിയതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ശാബത്ത് ദിവസത്തിൽ സഭ കൂടാനായിട്ട് സാധിക്കില്ല. കാരണം ഓരോരുത്തർ അവരവരുടെ വീട്ടിലായിരിക്കേണ്ടതായതുകൊണ്ട് ശാബത്ത് അനുഷ്ഠിക്കുമെന്ന ആൾക്കാർ ഒരിക്കലും ഫെലോഷിപ്പിനായിട്ട് കൂടാൻ പാടില്ല. നമ്മൾ പുതിയ നിയമത്തിൽ എല്ലാ സ്ഥലത്തും കാണുന്ന ഇവര് സഭയായിട്ട് കൂടി വരുന്നതെല്ലാം ആഴ്ചവട്ടത്തിന്റെ 1ാമത്തെ ദിവസമാണ്. അതായത് ഇന്നത്തെ ഒരു കലണ്ടർ വെച്ച് നോക്കുവാണെങ്കിൽ ഞായറാഴ്ച, ആഴ്ചവട്ടത്തിന്റെ 1ാമത്തെ ദിവസമാണ് പുതിയ നിയമസഭകൾ കൂടിയതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടുള്ളൂ. അപ്പം ഈ എന്താ പറയാ, പുതിയ നിയമത്തിൽ എങ്ങും സഭ കൂടേണ്ടത് ശനിയാഴ്ചയാണ് എന്ന് എഴുതിയിട്ടില്ല. എന്നാൽ കൂടിയതിന്റെ എക്സാമ്പിൾസ് നമ്മൾ നോക്കുവാണെങ്കിൽ അതെല്ലാം എന്നായിരുന്നു? ഞായറാഴ്ച അല്ലെങ്കിൽ ആഴ്ചവട്ടത്തിന്റെ 1ാമത്തെ ദിവസം ആയിരുന്നു. അതേപോലെ തന്നെ ലാസ്റ്റ് വേഴ്സ് കൊളോഷ്യൻസ് 2 വേഴ്സ് 16, let no man therefore judge you. എന്തിലൊക്കെയാണ് ജഡ്ജ് ചെയ്യാൻ പാടില്ലാത്തത്? ഇൻ മീറ്റ് ഓർ ഇൻ ഡ്രിങ്ക് ഓർ ഇൻ റെസ്പെക്ട് ഓഫ് ആൻ ഹോളി ഡേ or of the new moon or of the Sabbath days. Let no man therefore judge you of the Sabbath days. ശബത്ത് നാളുകളെ പറ്റി ഇത് പുതിയ നിയമത്തിലാണ് പറയുന്നത്. കൊളോഷ്യൻസ് ചാപ്റ്റർ 2 പറയുന്നത്. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയും നമ്മളെ എന്ത് ചെയ്യാൻ പാടില്ല? ശബത്ത് ദിവസം അനുഷ്ഠിക്കുന്നോ അനുഷ്ഠിക്കുന്നില്ലയോ എന്ന് പറഞ്ഞ് നമ്മളെ ഒരിക്കലും ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല. എന്തുകൊണ്ടാണ് നമ്മളെ ജഡ്ജ് ചെയ്യാൻ പാടില്ലാത്തത്? ബിക്കോസ് ഇറ്റ് ഇസ് സെഡ് ഇൻ ദ ബൈബിൾ. അപ്പം നിങ്ങൾ ശബത്ത് അനുഷ്ഠിക്കുന്നോ, നിങ്ങൾ ശബത്ത് അനുഷ്ഠിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരു മനുഷ്യനും നമ്മളെ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരൻ നമ്മുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ശബത്ത് അനുഷ്ഠിക്കുന്നില്ല എന്ന് നമ്മളെ ജഡ്ജ് ചെയ്യുവാണെങ്കിൽ അവിടെ എന്താണ് സംഭവം? ഈ ജഡ്ജ് ചെയ്യുന്ന അവൻ ഒന്നാമത്
ഹി ഈസ് നോട്ട് കീപ്പിംഗ് ദ ലോ, ഈ പറഞ്ഞിരിക്കുന്ന അവൻ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ജഡ്ജ് ചെയ്യുന്ന ഒന്ന്. രണ്ട്, ഹി ഈസ് ബീങ് എ ഹിപ്പോക്രിറ്റ്, അവൻ ഹിപ്പോക്രിറ്റ് ആണ്. കാരണം ശബത്ത് അനുഷ്ഠിക്കുന്നു എന്ന വ്യാജേന ഏറ്റവും കൂടുതൽ ശബത്തിന്റെ ലംഘനം നടത്തുന്നത് ആരാണ്? അവൻ തന്നെയാണ്, ഈ പറയുന്ന ആ വ്യക്തി തന്നെയാണ്. ആൻഡ് ദെയർഫോർ ഇൻ മൈ ലൈഫ് ടൈം, ഞാൻ ഈ ജീവിച്ചിരിക്കുന്ന എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കൃത്യമായിട്ട് ശബത്ത് ആചരിക്കുന്ന ഒരാളെയും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഇനി നാളെ ഞാൻ മരിക്കുന്ന ആ നാൾ വരെ ശബത്ത് കൃത്യമായിട്ട് ആചരിക്കുന്ന ഒരാളെ ഞാൻ കാണാനും പോകുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരിക്കലും കൃത്യമായിട്ട് ഒരു മനുഷ്യന് ശബത്ത്, അതായത് ബിബ്ലിക്കലി ശബത്ത് കീപ്പ് ചെയ്യാൻ പാടില്ല. ആൻഡ് ദെയർഫോർ ദിസ് ഇസ് വൈ we do not keep the Sabbath and why we cannot keep the Sabbath in the New Testament. നമ്മൾ ശബത്ത് അനുഷ്ഠിക്കുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഒരിക്കലും ശബത്ത് അനുഷ്ഠിക്കാനും സാധ്യമല്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്നുള്ള ആൻസേഴ്സ് ആണിത്. ഇത്രയും കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കട്ടെ.